കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ പ്രലോഭനങ്ങളും ആരോപണങ്ങളും പുതിയ കാര്യങ്ങളല്ലെങ്കിലും പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി പഞ്ചായത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. തിരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ നിൽക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടതുപക്ഷം പട്ടുസാരികൾ വിതരണം ചെയ്യുന്നുവെന്ന ആരോപണം മണ്ഡലത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. മന്ത്രി വീണ ജോർജിന് വോട്ടുറപ്പിക്കാൻ ആശാവർക്കർമാർക്കും അംഗനവാടി ജീവനക്കാർക്കും പട്ടുസാരികൾ നൽകിയെന്ന വെളിപ്പെടുത്തൽ പുറത്തു കൊണ്ടുവന്നത് മെഴുവേലി പഞ്ചായത്ത് പ്രസിഡന്റ് നെജോ മെഴുവേലി തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ഗോതയിൽ സ്ഥാനാർത്ഥികൾ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് മെഴുവേലിയിലെ ഈ സംഭവം അരങ്ങേറുന്നത്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ലഘുലേഖനങ്ങളും പോസ്റ്ററുകളുമായി വോട്ടർമാരെ സമീപിക്കുമ്പോൾ ഇവിടെ അല്പം കൂടി കടന്ന് സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തുവെന്നാണ് ആരോപണം. മണ്ഡലത്തിൽ സാമൂഹികമായി വലിയ സ്വാധീനമുള്ള വിഭാഗമാണ് ആശാ വർക്കർമാരും അംഗനവാടി ജീവനക്കാരും. ഓരോ വീട്ടിലെയും സ്ത്രീകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അത് വോട്ട് ബാങ്കിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കുമെന്ന് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും കണക്കുകൂട്ടുന്നു. ഈ സാധ്യത മുൻനിർത്തിയാണ് CPM നേതൃത്വത്തിൽ പട്ടുസാരി വിതരണം നടന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്നത്. ഒരു ജനപ്രതിനിധി തന്നെ പരസ്യമായി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതോടെ സംഭവം ഗൗരവകരമായി മാറിയിരിക്കുകയാണ്. മെഴുവേലി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അംഗനവാടി ജീവനക്കാരെയും ആശാ വർക്കർമാരെയും വിളിച്ചു ചേർത്തോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ എത്തിച്ചോ പട്ടുസാരികൾ കൈമാറി എന്നാണ് പറയപ്പെടുന്നത്. ഈ സമ്മാനങ്ങൾ നൽകുമ്പോൾ തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വീണ ജോർജിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും മറ്റുള്ളവരോട് വോട്ട് അഭ്യർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടതായാണ് പരാതി.